ഡേവിഡ് മോനെ, നമ്മുടെ ആനിനെ പറ്റി ഒരു വിവരമല്ലോ. അതിന് നിങ്ങളിപ്പോ കാണാറില്ലല്ലോ. അല്ല, ഓൺലൈനിലൊക്കെ നമ്മുടെ എപ്പോഴും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഡെയിലി സ്റ്റോറി ഉണ്ടാണ്. ഇപ്പൊ എന്തോ കുഴപ്പമുണ്ട്. എന്റെ പൊന്ന് ഡേവി, അവൾ വല്ല ബ്രേക്ക് എടുത്തായിരിക്കും. വേണമെങ്കിൽ നാളെ ഞാൻ ഒന്ന് അന്വേഷിച്ച് വിളിച്ച് പറയാം. അല്ല, ഇപ്പൊ പടമൊന്നുമില്ലെന്ന് തോന്നുന്നു. ഒന്ന് വിളിച്ച് അന്വേഷിക്കേ. ആ ഓക്കെ ഓക്കെ, ഗുഡ് നൈറ്റ്. അല്ല പലിച്ചേട്ടാ, പലി. ഹലോ. സോറി ഈ സമയത്ത് വിളിച്ചത്. ഒന്ന് വീടിന്റെ പുറത്തേക്ക് വരാമോ? എന്താ? ഞാൻ നിന്റെ വീടിന്റെ പുറത്തുണ്ട്. എന്താ കാര്യം? പറയാം, വാ. ഹലോ ഹലോ. ആരാ താൻ? ഏട്ടാടെ സിനിമ ഉണ്ടല്ലോ പക്ക, അതിന് അതേ അവസ്ഥയാണ്. അതേ സ്ഥലം, അതേ അവസ്ഥ. അവസാനമായിട്ട് ആരോടെങ്കിലും സംസാരിക്കണമെന്ന് വിളിച്ചാണ്. ഏട്ടാ ഈ ഫോൺ എടുക്കുന്നൊന്നും ഞാൻ കരുതിയില്ല. ഹലോ, ആരാ താൻ? തന്റെ പേരെന്താ? ദേ വെറുതെ മണ്ടത്തരൊന്നും കാണിക്കരുത്. ഇപ്പൊ എവിടെയുള്ളത്? പകയില് ഡാൻസ് ആണെങ്കിൽ എന്റെ ലൈഫിൽ അന്വേഷണേട്ടായി. ഏതായാലും സന്തോഷം എനിക്ക്. അവസാനമായിട്ട് ഏട്ടാടെ സൗണ്ട് കേൾക്കാൻ പറ്റില്ല. ഐ ലവ് യു ഏട്ടായി, ടു മച്ച്. ഗുഡ് ബൈ. ഹലോ. വിളിച്ച ഫോൺ തുടങ്ങി വൃത്തികെട്ടോ. അതേ സ്ഥലം, അതേ അവസ്ഥ. എൻ്റെ മരണം നീ എന്നും ഓർത്തിരിക്കണം. അതിൻ്റെ ഒരേ ഒരു ഉത്തരവാദി നീയാണ്, നീ മാത്രം. ഐ ഹേറ്റ് യു നാൻസി, ഐ ഹേറ്റ് യു. ഗുഡ് ബൈ. ഐ ലവ് യു ഏട്ടായി, ടു മച്ച്. ഗുഡ് ബൈ. എവിടെട്ടായി? ഒരാപത്തിൽ കൈവിടുന്നവരല്ല വഴിയിൽ പോകുന്നത്. ഇപ്പൊ തന്റെ ഭാവിയാണ് ഞങ്ങൾ എല്ലാവരുടെയും ഭാവി. എനിക്ക് ചേട്ടാ ഭയങ്കര ഇഷ്ടമാണ്. മാഷല്ലേ നിൽക്കണം. നീ കാരണം ഞാൻ എത്ര കണ്ടിട്ടുണ്ടെന്ന് അറിയോ? എനിക്കിനി കൂടുതൽ സംസാരിക്കാൻ പോലും ആരുമില്ല. അതെന്നെ കുഴപ്പം. ഗുഡ് മോർണിംഗ്. കുറച്ചിട്ട് പോടി. ഈ കർമ്മ എന്നൊക്കെ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഉള്ളിലെ വെങ്ങലിന്റെ ചേട്ടായിക്ക് നീന്താണെന്ന് പറഞ്ഞോട്ടില്ലേ? ഞാൻ വന്നില്ലായിരുന്നു. എന്തായിരുന്നേ? തട്ടിപ്പോയനെ. നിന്റെ പേരെന്താ? മനോജ്. മൈനോസ്. എടാ ഈ സിനിമയൊക്കെ കണ്ട ആരെങ്കിലും ഇമാരി പരിപാടിക്കാണ്? സിനിമയുടെ അല്ലേട്ടായി, എന്റെ ലൈഫ് ഉണ്ടല്ലോ പക പോലെ തന്നെയാണ്, ഡിറ്റോ. പിന്നെ ആ സിനിമ തന്നെ എന്തൊരു അലമ്പാണ്. ഇപ്പോഴാണെങ്കിൽ സത്യമായിട്ട് ഞാൻ ആ പടം ചെയ്യില്ലായിരുന്നു. അതിനകത്ത് എന്റെ ക്യാരക്ടർ പീറ്റർ, അയാൾ എന്തൊരു ഭീകര ടോക്സിക് ആണ്. ഒരു പെണ്ണിന്റെ പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തി അവസാനം അവള് ഗതി കെട്ടി യെസ് പറയുന്നു. പക്ക സ്റ്റോക്കിംഗ്. അങ്ങനെ ഈ കാലത്ത് ഒരു പെണ്ണോട് എങ്ങനെയാണ് ഇഷ്ടമെന്ന് പറയണത്? അല്ല, ഇന്നത്തെ കാലത്ത് ഒരു പെണ്ണോട് എങ്ങനെ ഇഷ്ടമെന്ന് പറയണത്? എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഒരു കാരണവുമില്ല. വഴിയിൽ തടഞ്ഞു നിർത്തില്ല, പ്രേമലേഖനം എഴുതില്ല, ഒന്നും ചെയ്യില്ല. ഒരു ബന്ധവും സങ്കല്പിക്കാതെ എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഇങ്ങനെ പറയും. കള ഈ MT ഒന്നും വായിക്കാറില്ലല്ലേ?
അതിൻ്റെയാണ്. അമ്പോ കാലൊക്കെ വീട്. എടാ ഒരു പടത്തിന് എത്ര വാങ്ങിണ്ടാവും? എന്തൊക്കെ അറിയണം നിനക്ക്? അതൊന്നും ചോദിക്കാൻ പാടില്ല. അല്ല എനിക്കല്ലായിരുന്നു. വാടാ. ഇവിടെ എന്താ പരത്തിപ്പണത്? പൊക്കി പണിയായിരുന്നില്ലേ? ആക്ടർ ബാബരാജിന്റെ വീടൊക്കെ എങ്ങനെയാ? ആഹാ, ഉത്തമനും ഉദണ്ഡനൊക്കെ ഉണ്ടല്ലോ. സോറി സർ. നില്ല എങ്ങോട്ട് പോന്ന്? പുറത്തേക്ക്. ഇവിടെ അകത്താണ് ഈ സെക്യൂരിറ്റി വേണ്ടത്. ഓ ഇത് മനോജ്, എൻ്റെ ഒരു ഫാനാ. കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും. ഹലോ ഹലോ. കാർ മാക്സ് ചേട്ടനല്ലേ? ചേട്ടൻ പറഞ്ഞറിയാം. ലെനിൻ. ചേട്ടായി എന്നാ പറ്റി? പാരേട്ടായി എന്നാ പറ്റി? എടാ, നീ എൻ്റെ ഫാനല്ലടാ. ഞാൻ ഒരു ഓർഫനാണെന്ന് നിനക്കറിയാം. അപ്പൊ പഠിക്കില്ലെങ്കിലാ? എനിക്ക് എൻ്റെ അപ്പനെ കണ്ട ഓർമ്മ പോലുമില്ല. എൻ്റെ മമ്മയായിരുന്നു എൻ്റെ ഹീറോ. മമ്മ ഒരു സാധാരണ ടൂറിസ്റ്റ് ഗൈഡായിരുന്നു. ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തെണ്ടി സായിപ്പ് ഞങ്ങളുടെ ലൈഫിലേക്ക് കയറി വന്നത്. ജോൺ പാട്ടി. ഞാനതിലോട്ട് പെട്ടെന്ന് ജെല്ലായി. ഒരു പോയിന്റിൽ എൻ്റെ അപ്പൻ നേരത്തെ മരിച്ചു പോയത് നന്നായെന്ന് വരെ എനിക്ക് തോന്നി. ഞാനും അമ്മയും ജോണും കൂടെ അമേരിക്കയ്ക്ക് പോകാൻ പറഞ്ഞപ്പോൾ, അവിടെ സെറ്റിലാകാൻ പോകാൻ പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ത്രില്ഡായി. പക്ഷെ ഞാൻ പോയില്ല. പോവാഞ്ഞല്ല, അവരെന്നെ കൊണ്ടുപോയില്ല. ഞാൻ അമ്മയുടെയും ജോണിൻ്റെ കൂടെ അമേരിക്കയ്ക്ക് പോകുന്നില്ല എന്ന് ഏറ്റവും അവസാനം അറിഞ്ഞ ആളാരാണെന്നറിയാം? ആരാ? ഞാൻ. എൻ്റെ അമ്മേനെയും കൊണ്ട് ജോൺ അയാളുടെ കാറിൽ ഒരു വളവ് തിരിഞ്ഞു പോകുന്നൊരു ബാക്ക് ഷോട്ട്. അത് ഞാൻ ഒരിക്കലും മറക്കില്ല. ഏട്ടായി കിട്ടിയ തേപ്പ് എനിക്ക് കിട്ടിയ തേപ്പ്. ഇത്രയും നേരം എൻ്റെ കൊണച്ചൻ ലവ് സ്റ്റോറിയും കേട്ടോണ്ടിരുന്ന ഞാൻ സീരിയസ് ആയിട്ട് ഓർഫനാണെന്ന് പറയുമ്പോൾ നീ ചിരിക്കണം. എന്റെ പൊന്നി ഏട്ടായി അത് വിട്. പണ്ടെങ്ങാണ്ട് ഇട്ടിട്ട് പോയി അമ്മയുടെ ചെന്തി കഥയും പറഞ്ഞോണ്ടിരിക്കണം. അതേ ഏട്ടായിക്ക് ഒരു കാര്യം അറിയോ? എൻ്റെ അമ്മച്ചിക്കുണ്ടല്ലോ എന്നേക്കാൾ ഇഷ്ടം ഏട്ടായിയാ. അവർ വേണമെങ്കിൽ ഏട്ടായി എടുത്തോ. അതുപോലെ ഒരു 1000 അമ്മച്ചിമാരുണ്ട് ഏട്ടായി. അവരോടൊക്കെ ഉള്ളൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടല്ലോ, അതാണ് നിങ്ങൾ പറഞ്ഞു പോണത്. ഏട്ടായി അതൊക്കെ വിട്ടേ, എന്നിട്ട് എഴുന്നേക്ക്, പവറാവ്. ഇതേ ഫാൻസുകാരൊക്കെ കൊഴിഞ്ഞു പോയി തുടങ്ങിയിട്ടാ. ഏട്ടാ എഴുന്നേറ്റേ, പവറാക്ക്. ബാ പവറാക്കണോ അല്ലേ? പോരട്ടെ ഏട്ടാ എഴുന്നേറ്റേ, ബാ. ഒരു സൂപ്പർ സ്റ്റാർ ആയിരിക്കണം ഏട്ടായി. എന്താ ഉണ്ണി മുകുന്ദൻ ഫാൻസിനെ ഫോളോ ചെയ്യുന്ന പോലെ ഏട്ടായിക്ക് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ പറ്റുമോ? ഒന്ന് പോയിക്കേടാ. ഫോളോ ചെയ്യില്ലേ?